വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം ചെയ്യുകയാണ്. ഓപ്ഷൻ ട്രേഡർ ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 11-ാം തീയതിയാണ്. 11 മാർച്ച് 2024 രാവിലെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 7:24 AM. രണ്ട് സൈഡും സപ്ലൈ ആണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മാർക്കറ്റിനെ നോക്കാനായിട്ട് പഠിക്കണം. ഇങ്ങനെ മാർക്കറ്റിൽ നോക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഓപ്ഷൻ ബയറാണ് എന്നുണ്ടെങ്കിൽ കാര്യം വെച്ചാൽ വലിയ ഫണ്ട്, അതായത് ക്രോസ് ആൻഡ് ക്രോസ് വച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഫ്യൂച്ചറിനെ ഹെഡ്ജിങ് ടൂളായിട്ടും കുറേ ആൾക്കാർ ഈ ഓപ്ഷൻ സെല്ലിങ്ങിനുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞ് അതിലാണ് ചെയ്യുന്നത്. വളരെ ചെറിയ റീറ്റെയിലേഴ്സ്, ചെറിയ ട്രേഡർ ഒക്കെ എന്താ ചെയ്യുക വെച്ചാൽ ഓപ്ഷൻ ബൈയിങ്ങിലാണ്. പക്ഷേ ഈ രഹസ്യം അല്ലെങ്കിൽ ഈ കാര്യം അല്ലെങ്കിൽ മാർക്കറ്റിന് ഇങ്ങനെ നോക്കുന്നത് ശീലം ആർക്കുമില്ല. 98% ആൾക്കാർ ഇങ്ങനെ നോക്കാറില്ല. അപ്പോൾ എന്താണ് ഈ രണ്ട് സൈഡുമുള്ള സപ്ലൈ ഇങ്ങനെ നോക്കാൻ കാരണം? ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓപ്ഷൻ സെല്ലേഴ്സാണ് ഡോമിനേറ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ. രണ്ടാമത് ഈ ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ NSE ഓഫ് ഇന്ത്യ ഇത് ക്രിയേറ്റ് ചെയ്തത് തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ചുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ NSEയിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ആരും കാശ് കൊടുത്തൊന്നും പോയി പഠിക്കണ്ട. ഓക്കെ, എന്താണ്? അതായത് നല്ലൊരു ടഫ് ഫൈറ്റാണ് ആസ് പെർ ഡേറ്റ എനിക്ക് നോക്കാൻ പറ്റുന്നത്. ഇവിടെ 48,000 CEPE ഫൈറ്റുണ്ട്, 47,900 CEPE ഫൈറ്റുണ്ട്, 47,800 CEPE ഫൈറ്റുണ്ട്. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മുകളിൽ നിന്നും താഴോട്ടൊക്കെ സെല്ല് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് കഴിഞ്ഞ് 2 ദിവസമായിട്ട് കാണാനുണ്ട്. കാര്യത്തിൽ പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോളാണ് ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സപ്ലൈ എന്ന് പറഞ്ഞാൽ അതായത് 48,150 എന്ന് പറയുന്ന ലെവല്, ഈ 48,000 CE വിറ്റ ആൾക്കാർ അവിടെ നിന്ന് വീണ്ടും സപ്ലൈ ചെയ്യും. അതാണ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് വരുന്നത് മാത്രമല്ല സപ്ലൈ, താഴെ നിന്നും സപ്ലൈ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 48,000 CE വിറ്റ ആൾക്കാർ, 47,900 CE വിറ്റ ആൾക്കാരൊക്കെ 48,150 അവിടെ വീണ്ടും ബാങ്ക് നിഫ്റ്റി വരുമ്പോൾ അവിടെ നിന്ന് വീണ്ടും അവർ ഷോർട്ട് ചെയ്യും. അപ്പം മാർക്കറ്റ് മുകളിൽ നിന്ന് ഷോർട്ട് ചെയ്താൽ എന്താവുക? താഴോട്ടാണ് വരിക. ഇതാണ് മുകളിലുള്ള സപ്ലൈയുടെ റീസൺ. താഴെ 47,500 അവിടെ നല്ല സ്ട്രോങ് സപ്ലൈ ഉണ്ട്. 47,500 അവിടെ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47,500 PE വിറ്റ ആൾക്കാർ അല്ലേ. അപ്പോൾ PE വിറ്റ് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താ ചെയ്യുക? അവർ പറയുന്നത് PE ഞാൻ വിറ്റിട്ടുണ്ട്, അതുകൊണ്ട് മാർക്കറ്റ് ഇതിന് താഴെ പോകില്ല, 47,500 താഴെ പോകില്ല എന്ന് പറഞ്ഞാണ് അവർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർ വീണ്ടും സപ്ലൈ ആണ്, അവർ വീണ്ടും ഷോർട്ട് ചെയ്യും. PE ഷോർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യുക? മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും സപ്ലൈ വരുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുക ആദ്യം. ഇങ്ങനെ മാർക്കറ്റിനെ നോക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇന്ന് ഒരു 125 പോയിൻറ്റിൻ്റെ അടുത്താണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആകുന്നു. അതായത് ഇന്നലത്തെ ക്ലോസിൻ്റെ അവിടെ നിന്ന് 125 പോയിൻറ്റിൻ്റെ റേഞ്ചിലാണ്, മുകളിലോട്ടോ താഴോട്ടോ. ഇന്നലത്തെ ക്ലോസിൻ്റെ അവിടെ നിന്ന് 125 പോയിൻറ്റിൻ്റെ അകത്താണ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സൈഡ് വേ മാർക്കറ്റ് കാണാൻ പറ്റും. അതല്ല, ഒരു 250 പോയിൻ്റ് അല്ലെങ്കിൽ 250 നിന്ന് 300 അകത്ത് ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഇന്നലത്തെ ക്ലോസിൻ്റെ അവിടെ നിന്ന് ഒരു 250 നിന്ന് 300 പോയിൻറ്റിൻ്റെ ഓപ്പണാണ് തരുന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുമ്പോൾ നമുക്ക് 47,330 എന്ന് പറയുന്ന താഴോട്ടുള്ള ഒരു ലെവല് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയാൽ അവിടെ ഓപ്പൺ ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. കാര്യത്തിൽ ആ ലെവല് ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈല് IB ഫെയിൽഡ് ഓപ്ഷനാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച IB ഫെയിൽഡ് ഓപ്ഷൻ, IBL താഴെ ഒരു ഫെയിൽഡ് ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 330 അവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ, 250 കൂടുതൽ അല്ലെങ്കിൽ 300 പോയിൻറ്റ് കൂടുതൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയും ഓപ്പൺ ഹോൾഡ് ചെയ്യുകയും ചെയ്താൽ വീണ്ടും ഒരു 250 to 300 പോയിൻറ്റ്സ് ഡൗൺ മൂവ് നമുക്ക് കിട്ടും. നമുക്ക് താഴോട്ടുള്ള മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലും 48,150 അവിടെ ഓപ്പണായിട്ട് അവിടെ നിന്ന് റെസിസ്റ്റൻ്റ് എടുത്തിട്ട് താഴോട്ട് വരാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു PEക്ക് തന്നെ പോവാം. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഇതിനകത്ത് ഓപ്പൺ ആയാൽ നമുക്ക് കൂടുതൽ ഓട്ട്സും, അതായത് ഈ 47,500 48,000 ഈ 500 പോയിൻറ്റിൻ്റെ അകത്ത് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയാൽ വീണ്ടും ഒരു ചാൻസ് ഉണ്ട്
ഒരു ബാലൻസ് മോഡ് സൈഡ് വേസിൽ പോകാൻ. അതല്ലെങ്കിൽ ഇത് പൊട്ടിക്കണം. 47,500 47,330 താഴെ വന്ന് നമുക്ക് ബ്രേക്ക് ഡൗൺ ആകണം. അല്ലെങ്കിൽ 48,150 മുകളിൽ ബ്രേക്ക് ഔട്ടായി മുകളിലോട്ട് പോകണം. സോ ബാങ്ക് നിഫ്റ്റിയിൽ ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈൽ പറയുന്നത് 2 സൈഡും പുവർ റെഫറൻസസ് ഉണ്ട്. അപ്പോൾ ഒരു ഡയറക്ഷണൽ മൂവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലെവൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ മുകളിൽ ഓപ്പൺ ഇസിക്വൽ ടു ഹൈ ഒരു റെഫറൻസ് ഉണ്ട്. അതല്ലാതെ 47,500 അവിടെ ഓപ്പൺ ഇസിക്വൽ ടു ഹൈ ഒരു പുവർ റെഫറൻസ് ഉണ്ട്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ 5 മാർച്ചിലുള്ള പ്രൊഫൈല് 100% വീക്കർ ഹാൻഡ്സ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സി ഉണ്ടോ, ഈ സി ഉണ്ടായിരുന്നോ, ഈ സി ആണ് നമുക്ക് ഫെയിൽഡ് ഓപ്ഷൻ, IB ഫെയിൽഡ് ഓപ്ഷനായിട്ട് നമുക്ക് താഴോട്ട് വരുന്നത്. ഈ ലെവൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 46,900 ഈ ഡേയുടെ വാല്യൂ ഏരിയ ലോ മാർക്കറ്റ് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ താഴോട്ടും മുകളിലോട്ടും പുവർ റെഫറൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ഡോമിനൻ്റ് താഴോട്ട് ആണ് ഉള്ളതുകൊണ്ട് ആസ് പെർ അനാലിസിസ് താഴോട്ടാണ് കൂടുതൽ ഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. അത് നോക്കി അതിനനുസരിച്ച് ട്രേഡുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.